ഒരു വമ്പൻ ഓഫറാണ്. ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു മെഗാ വായ്പാ പദ്ധതിയാണ് ഇക്കൊല്ലത്തെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് മുന്നിൽ വച്ചു നീട്ടുന്നത്. ഇന്ത്യയുടെ ആ ആയുധ ലോൺ പാക്കേജിന്റെ വിശദാംശങ്ങൾ അമേരിക്കൻ സീക്രട്ട് സർവീസ് വള്ളി പുള്ളി വിടാതെ അവതരിപ്പിച്ചപ്പോൾ അത് കേട്ട US പ്രസിഡന്റ് ജോ ബൈഡൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഇന്ത്യയുടെ വജ്രായുധങ്ങളായ ബ്രഹ്മോസ് അടക്കമുള്ള മിസൈലുകൾ അടക്കം ആയുധക്കോപ്പുകൾ തങ്ങളുടെ അതിർത്തികൾ സംരക്ഷിക്കാൻ അവ വാങ്ങാൻ സാമ്പത്തിക ബാധ്യത മൂലം കഴിയാത്ത ഇടത്തരം രാജ്യങ്ങൾക്ക് മുമ്പിൽ ഈയൊരു ഓഫറാണ് ഇന്ത്യ വച്ചു നീട്ടുന്നത്. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യ യഥേഷ്ടം നൽകും. അത് വാങ്ങാനുള്ള വായ്പയും ഇന്ത്യ തന്നെ നൽകും. മിക്കവാറും ഇന്ത്യയിലെ SBI അടക്കമുള്ള ദേശസാൽകൃത ബാങ്കുകളാകും ഈ രാജ്യങ്ങൾക്ക് വായ്പ നൽകുക. ചൈന എന്ന കൊള്ളപ്പലിശക്കാരെ കാണിക്കുന്ന പോലെയല്ല, മിതമായ തവണകളായി ഇന്ത്യക്ക് ഈ രാജ്യങ്ങൾ ഈ തുക തിരികെ നൽകൽ മതി എന്നാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. അങ്ങനെ ഇന്ത്യയുടെ ആയുധ ലോണിൻ്റെ ആദ്യത്തെ ഉപഭോക്താവ് മറ്റാരുമല്ല, ഇന്തോനേഷ്യ ആയിരിക്കും. ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ മുഖ്യാതിഥി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആയിരിക്കും. ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാൻ ഇന്തോനേഷ്യയ്ക്ക് $450 മില്യൺ വായ്പ വാഗ്ദാനം ചെയ്യുന്ന കാര്യം ഇന്ത്യ പരിഗണിക്കുന്നത് അന്തിമഘട്ടത്തിലാണ്. ഏതാണ്ടൊക്കെ തീരുമാനമായി കഴിഞ്ഞു. മിസൈലുകളുടെ കരാറും അന്തിമഘട്ടത്തിൽ. സുഖോയ് 30 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇന്ത്യ നൽകുന്ന പിന്തുണയിലും ഇന്തോനേഷ്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യ ബൃഹത്തായ ഒരു വായ്പാ ആശയത്തിന് ഇന്തോനേഷ്യ വഴി തുടക്കമിടുകയാണ്. സുഖോയ് 30 വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഇനി ഇന്തോനേഷ്യക്ക് ഇന്ത്യയാകും ചെയ്തു നൽകുക. അപ്പോഴാണ് ഇന്തോനേഷ്യയുടെ ഒരു പതിവ് രീതി ന്യൂഡൽഹിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്ത്യയിൽ വന്നാൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രണബോവോ തൊട്ടടുത്ത പാകിസ്ഥാനെ പിണക്കാൻ തയ്യാറല്ല. ഇന്ത്യയിൽ വന്ന് റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം പാകിസ്ഥാനിലേക്ക് പോകുമെന്നാണ് ആദ്യം ഇന്തോനേഷ്യയുടെ അറിയിപ്പ് വന്നത്. പക്ഷേ ഇന്ത്യ തിരിച്ചറിയിച്ചത്, ഔദ്യോഗികമായി അറിയിച്ചത്, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകാൻ വിമാന സർവീസുകളൊന്നും ഇല്ലല്ലോ എന്നായിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വഷളായി തന്നെ തുടരുകയാണ്. വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ അതിർത്തി കടന്നുള്ള ഈ ഒരു സന്ദർശനത്തിൽ തീരെ താല്പര്യമില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഒന്നുകിൽ പാകിസ്ഥാനിലേക്ക് പോകണം, അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിലേക്ക് വരണം. വന്ന് ബ്രഹ്മോസ് വാങ്ങുന്നതിനായുള്ള $450 മില്യൺ വായ്പയുടെ കാര്യത്തിൽ ഇന്തോനേഷ്യ ഒരു അന്തിമ തീരുമാനമുണ്ടാക്കി കരാർ ഒപ്പുവെച്ചിട്ട് പോകണം. അതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ന്യൂഡൽഹിയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകാനുള്ള സുബിയാന്തോയുടെ തീരുമാനത്തിൽ അങ്ങനെ ഇന്ത്യ ഇന്തോനേഷ്യ സർക്കാരിനോട് ഔദ്യോഗികമായി തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചു. ഒടുവിൽ രാജ്യസുരക്ഷയാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് ഇന്തോനേഷ്യ തീരുമാനിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ പാകിസ്ഥാന് പകരം ഇന്ത്യയിൽ നിന്ന് നേരെ പോകുക മലേഷ്യയിലേക്കായിരിക്കും. പിന്നെ $450 മില്യൺ ഇടപാടിനായി ഇന്ത്യയിൽ നിന്നും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നോ സർക്കാർ നിശ്ചയിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഇന്ത്യൻ ബാങ്കിൽ നിന്നോ ഇന്തോനേഷ്യയ്ക്ക് വായ്പ നൽകും. അങ്ങനെ ഇന്ത്യ മറ്റൊരു പ്രധാന കയറ്റുമതി കരാറിലേക്ക് നീങ്ങുകയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാന്റെ നിലപാടിനെ പിന്തുണയ്ക്കാത്ത ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ അംഗരാജ്യങ്ങളിൽ ഈ ഇന്തോനേഷ്യ പെടുന്നു എന്നാണ്. അപ്പോൾ ഇന്തോനേഷ്യയുടെ അതിർത്തികളുടെ സുരക്ഷ, അവരുടെ ജല അതിർത്തികളുടെ സുരക്ഷയൊക്കെ ഇന്ത്യയുടെയും ഒരു ബാധ്യതയും കടമയും ചുമതലയുമാണ്. കഴിഞ്ഞ വർഷം ജനുവരി 6 ഇന്തോനേഷ്യ 10 രാജ്യങ്ങളടങ്ങുന്ന ഇന്റർ ഗവൺമെന്റ് സംഘടനയായ ബ്രിക്സിലും ചേർന്നിരുന്നു. അതിന് വഴിയൊരുക്കിയത് ഇന്ത്യയുടെ നിർണായകമായ നീക്കങ്ങളായിരുന്നു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, ഈജിപ്റ്റ്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, പിന്നെ UAE ഇവ ഉൾപ്പെടുന്ന ബ്രിക്സിലേക്കുള്ള ഇന്തോനേഷ്യയുടെ പ്രവേശനം ഇന്ത്യൻ രൂപയും ഇന്തോനേഷ്യൻ റുപ്പിയും തമ്മിലുള്ള ഇടപാടുകൾക്ക് കൂടുതൽ വഴിയൊരുങ്ങുന്നു എന്നാണ് മറ്റൊരു കാര്യം. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതി ഇന്ത്യ അഭിമാനമായി കാണുന്ന ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് ഏപ്രിൽ ഇന്ത്യ ഫിലിപ്പൈൻസിന് കൈമാറിയിരുന്നു. മിസൈൽ വിതരണത്തിനായി 2022 ജനുവരിയിൽ ഫിലിപ്പൈൻസുമായി ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടു. ആ കരാർ പ്രകാരമാണ് ഈ ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ കൈമാറിയത്. അതുപോലെയാണ് ഇന്തോനേഷ്യയ്ക്കും ഇപ്പോൾ കൈമാറാൻ പോകുന്നത്. ഫിലിപ്പീൻസ് നാഷണൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കരാർ ഇന്ത്യയിൽ നിന്നും കപ്പൽ വിരുദ്ധ ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനുള്ള 2700 കോടി രൂപയുടെ കരാറിനാണ് അവർ ഒപ്പിട്ടത്. 290 കിലോമീറ്റർ ദൂരപരിധിയും ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയുമുള്ള ബ്രഹ്മോസ് മിസൈൽ മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെ സ്വന്തമാക്കാൻ തിരക്ക് കൂട്ടുകയാണ്, കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ഇതാ ഇന്തോനേഷ്യയ്ക്ക് മുന്നിലും ഇന്തോനേഷ്യ പോലുള്ള ചെറു രാജ്യങ്ങൾക്ക് മുന്നിലും ഒരു ഓഫർ വച്ചിരിക്കുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് തൊടുക്കാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങാനായിട്ട് ഇന്ത്യ നേരിട്ട് വായ്പ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും ഇന്ത്യക്ക് വിശ്വാസമുള്ള രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇന്ത്യ ഈ ഒരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചതും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.